പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, നോയമ്പിലെ 5-ാം ദിവസം നമ്മൾ ഓരോ വ്യക്തികളും കർത്താവായ യേശു മിശിഹായോടൊപ്പം ഈ ഒരു നോയമ്പ് കാലത്ത് പ്രാർത്ഥനയോടെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശുദ്ധീകരിക്കാനും ജീവിതം കർത്താവായ യേശു മിശിഹായുടെ മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, നിന്റെ ഛായയിലും നിന്റെ സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ ഞങ്ങൾ ജീവിതത്തിൽ മരണം വരെ നിന്റേതായി നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടി ഞങ്ങളെ പൂർണ്ണമായി ഒരുക്കുന്നുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നോയമ്പ് ആരംഭിച്ചത്. നോയമ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ ശുഭഗുണ ശുശ്രൂഷയിൽ എനിക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളോടും എനിക്ക് ദേഷ്യമില്ലാത്ത വ്യക്തികളോടും ഞാൻ പിണങ്ങിയിരിക്കുന്ന വ്യക്തികളോടും എല്ലാം ശുഭഗുണ ശുശ്രൂഷ വഴി ഞാൻ അവർക്ക് സമാധാനം കൊടുക്കുകയും അതുമാത്രമല്ല കർത്താവായ യേശു മിശിഹായുടെ സ്നേഹവും സമാധാനവും ഞാൻ ഓരോ വ്യക്തികളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ നോയമ്പിൽ 5-ാമത്തെ ദിവസം നമ്മൾ ഏറ്റവും അധികം ചിന്തിക്കാൻ പോകുന്ന ധ്യാന വിഷയം അനുദപിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയാണ്. എൻ്റെ ജീവിതത്തിൽ ഒരു അനുതാപം ഉണ്ടാകണം. എൻ്റെ ജീവിതത്തിലെ അനുതാപം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്ര നാൾ ചെയ്തു പോയ പാപത്തെ കർത്താവായ യേശു മിശിഹായിലേക്ക് സമർപ്പിച്ചുകൊണ്ട്, ഞാൻ അനുദപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഞാൻ തന്നെ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ നന്നാക്കാനും ദൈവത്തിൻ്റെ സഹായം തേടിക്കൊണ്ട് ജീവിതത്തെ കൂടുതൽ വിശുദ്ധിയിൽ ചേർത്ത് വയ്ക്കാൻ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ്. എനിക്ക് അനുതാപം ഉണ്ടാവണം. ഒരുപക്ഷെ ഒരു കുമ്പസാരക്കൂട്ടിൽ നമ്മൾ കുമ്പസാരിക്കാൻ പോകുമ്പോൾ ആ വ്യക്തിക്ക് ജീവിതത്തിൽ പാപം ചെയ്തു പോയി എന്നതിനേക്കാൾ അനുതാപം ഉണ്ടാവണം. കർത്താവേ, ഇനി ഞാൻ പാപം ചെയ്യത്തില്ല എന്നൊരു അനുതാപം ഉണ്ടാവണം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം, യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങളിൽ മാനസാന്തരപ്പെടുത്തിയതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, യേശു ഏറ്റവും കൂടുതൽ അത്ഭുതം നടത്തിയ സ്ഥലങ്ങളിലാണ് അവരെ ശാസിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ ചില സമയത്ത് ഒരു കുറവ് വരുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ കർത്താവില്ല, കർത്താവ് സ്നേഹിക്കുന്നില്ല, കർത്താവിൻ്റെ സങ്കടം കാണുന്നില്ല, കർത്താവ് എന്നോട് കാരുണ്യം കാണിക്കുന്നില്ല എന്നൊരു അവസ്ഥ കടന്നു വരുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവ് ഏറ്റവും അധികം അത്ഭുതങ്ങൾ കാണിച്ച ആ വ്യക്തിയെയാണ് ശാസിക്കാൻ തുടങ്ങിയത്. അതായത് എന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ച ആ കർത്താവാണ് എൻ്റെ ജീവിതത്തിൽ ഈ സങ്കടം തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം, ഈ സങ്കടം ഇന്നോ നാളെ മാറും. പക്ഷെ കർത്താവായ യേശു മിശിഹായിലേക്ക് ഞാൻ തിരിച്ചു വരണം, കർത്താവിലേക്ക് ഞാൻ ചേർക്കപ്പെടണം, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സ്തുതി പാടണം. നമ്മൾ പ്രത്യേകമായി ഓർത്തു നോക്കണം. എസെക്കിയേലിന്റെ പുസ്തകം 33-ാം അധ്യായം 12-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക. പ്രിയമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ പുത്രനായ യേശുവോട് പറയുക, മനുഷ്യപുത്ര, നീ നിന്റെ ജനത്തോട് പറയുക. എന്തായിരിക്കും പിതാവിൻ്റെ ഇഷ്ടം? ജനത്തോട് പറയാൻ വേണ്ടി എന്തായിരിക്കും? നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാം. നീതിമാൻ ദുഷ്കൃത്യം ചെയ്താൽ അവൻ്റെ നീതി അവനെ രക്ഷിക്കുകയില്ല. നീതിമാൻ തെറ്റ് ചെയ്താൽ, നീതിമാൻ പാപം ചെയ്താൽ അവന് രക്ഷപ്പെടുകയില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, അടുത്ത ഭാഗത്തിൽ നമുക്ക് കാണാം, പാപിക്ക് മാനസാന്തരം ഉണ്ടായാൽ കർത്താവായ യേശു മിശിഹാ അവനെ സ്വീകരിക്കും. പ്രിയമുള്ളവരെ, ഒരു നീതിമാന് തെറ്റ് പറ്റിയാൽ ഒരുപക്ഷെ അവനോട് ക്ഷമിക്കപ്പെടത്തില്ല. പക്ഷെ ഒരു പാപിക്ക് മാനസാന്തരം ഉണ്ടായാൽ കർത്താവ് അവനെ സ്വീകരിക്കും. പ്രിയമുള്ളവരെ, സ്വർഗവും ഭൂമിയും എന്ന രണ്ട് വ്യത്യാസം പോലെയാണ് നീതിമാനും പാപിയും. നമുക്ക് ആദ്യം ചിന്തിക്കാം, ഞാനൊരു പാപിയാണ്, എനിക്കൊരു അനുതാപം ഉണ്ടായാൽ കർത്താവായ യേശു മിശിഹാ എന്നെ ക്ഷമിക്കും. സഭ ഓരോ വ്യക്തികൾക്കും നൽകുന്ന അധികാരവും അവകാശവും ഇത് തന്നെയാണ്. പാപിയായ വ്യക്തിവനെ നീതിമാനായി തീരുക, അശുദ്ധിയിൽ ജീവിക്കുന്നവനെ വിശുദ്ധിയിൽ ജീവിക്കാനുള്ള കൃപ തരിക, അന്ധകാരത്തിൽ കൂടെ നടക്കുന്നവനെ കർത്താവിൻ്റെ യഥാർത്ഥ പ്രകാശം കൊണ്ടും അവനെ സത്യവഴി കാണിച്ചു കൊടുക്കുക. ഇതാണ് സഭയുടെ ദൗത്യം. ചെയ്ത തെറ്റിന് ക്ഷമിച്ചുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ ഇനിയും കൃപകളും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവനെ ഒരുക്കി കൊടുക്കുക. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ ഇന്ന് പാപിയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ദൈവം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അനുതാപത്തിലേക്ക് കടന്നുവരിക. അതിനുശേഷം നമ്മൾ നീതിമാനാകുമ്പോൾ ദൈവവും സഭയും ആഗ്രഹിക്കുന്ന ഇതാണ്, വിശുദ്ധിയിൽ ജീവിക്കുക.
മാമോദീസ സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ വിശുദ്ധിയിൽ ജീവിക്കുക. ആ വിശുദ്ധിയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. ആ വിശുദ്ധിയാണ് നമ്മുടെ കുടുംബത്തിൻ്റെ സംരക്ഷണം. ആ വിശുദ്ധിയാണ് നമ്മുടെ സഭയെ ശക്തിപ്പെടുത്തുന്നത്. ആ വിശുദ്ധിയാണ് എന്നെയും എൻ്റെ കർത്താവായ യേശു മിശിഹായെയും ചേർത്ത് വെക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. 21-ാം വാക്യത്തിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നുണ്ട്, കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് ദുരന്തം, നിനക്ക് ദുരന്തം. എന്തിനായിരിക്കും? വചനം എല്ലാ വ്യക്തിക്കും ഉയർച്ചയ്ക്കും അനുഗ്രഹത്തിനും വചനം ശക്തിയാണ്. വചനം രോഗസൗഖ്യം നൽകും. വചനം കുടുംബത്തെ ഉയർത്തും. തകർന്നു കിടക്കുന്ന വ്യക്തികൾക്ക് ഉയർച്ചയ്ക്കുള്ള മാർഗമാണ് വചനം. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മുടെ ജീവിതത്തിൽ അനുതാപം ഉണ്ടാകാൻ വേണ്ടിയാണ് കർത്താവായ യേശു മിശിഹാ പറഞ്ഞത്, ഇത് നിങ്ങൾ വചനം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതം കടന്നു വരും, നിങ്ങൾക്ക് സങ്കടം കടന്നു വരും, നിങ്ങൾക്ക് അപകടം കടന്നു വരും. പക്ഷേ നമ്മളൊന്ന് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ മതി. പ്രിയമുള്ളവരെ, വചനത്തിൽ 2 വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താം. 51-ാം സങ്കീർത്തനത്തിൽ കർത്താവായ യേശു മിശിഹായ ദാവീദ് വിളിച്ചു പറഞ്ഞു, കർത്താവേ എന്നിൽ കനിയണമേ. 51-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പാപം ചെയ്തപ്പോൾ അവന് മാനസാന്തരം ഉണ്ടായി. ആ മാനസാന്തരം അനുതാപമായി തീർന്നു. അവൻ വിളിച്ചു പ്രാർത്ഥിച്ചു, കർത്താവേ എന്നിൽ കനിയണമേ. പ്രിയമുള്ളവരെ, അതേപോലെ തന്നെ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച വ്യക്തി അവൻ സൗൽ എന്നറിയപ്പെട്ടപ്പോൾ ഏത് നിമിഷം അവൻ ക്രിസ്ത്യാനി കർത്താവിൻ്റെ പക്ഷത്തിലായോ അന്ന് അവൻ പൗലോസായി തീർന്നു. പ്രിയമുള്ളവരെ, നമുക്ക് മനസ്സിലാക്കാം, ഒരു പേര് മാറ്റമല്ല, ജീവിതം തന്നെ മാറിപ്പോകുന്നുണ്ട്. സൗൽ എന്ന വ്യക്തി ക്രിസ്ത്യാനികളെ കർത്താവിൻ്റെ നാമത്തിൽ പീഡിപ്പിച്ചപ്പോൾ അവൻ സൗലായിരുന്നു. പക്ഷേ when he became for Christ, അവൻ കർത്താവായ യേശു മിശിഹായുടെ പക്ഷത്തിലെത്തിയപ്പോൾ, അവൻ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ പൗലോസ് എന്ന വ്യക്തി അറിയപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പേരല്ല മാറ്റേണ്ടത്, ജീവിതവും ജീവിതത്തിൻ്റെ അവസ്ഥയും മാനസാന്തരത്തിൽ മാറ്റിക്കൊണ്ട് നമ്മൾ ദൈവത്തോട് ചേർക്കപ്പെടണം. പ്രിയമുള്ളവരെ, 23-ാം വാക്യത്തിൽ നമ്മൾ കൃത്യമായി ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. കഫർനാമേ, നീ സ്വർഗം വരെ ഉയർത്തപ്പെട്ടാലും പാതാളത്തോളം നീ താഴ്ത്തപ്പെട്ടാലും നിന്നിൽ സംഭവിച്ചത് അത്ഭുതങ്ങൾ സോദോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രം ദൈവം നൽകുന്നു, തകർച്ച എല്ലാം മനുഷ്യൻ്റെ ആണ്. പക്ഷെ സോദോമിൻ്റെ അവസ്ഥ നമ്മുടെ മേൽ ഇന്നുവരെ കടന്നു വന്നിട്ടില്ല. നമ്മൾ ഇന്നും പാപം ചെയ്ത് നടക്കുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ പാപം എന്ന് പറഞ്ഞാൽ ഗലീലയും കഫർനഹൂമും രണ്ടും തന്നെ കർത്താവായ യേശു മിശിഹാ ലോകരക്ഷകനാണെന്ന് ആ രക്ഷകനെ അവർ വിളിച്ചു പുകഴ്ത്തിയിട്ടില്ല. ആ വിശ്വാസ സത്യം ഏറ്റു പറഞ്ഞിട്ടില്ല. എന്നാൽ പോലും ഈ പറഞ്ഞ കഫർനഹൂമിനെയും ഈ പറഞ്ഞ ഗലീലയെയും ദൈവം സംരക്ഷിച്ചതുപോലെ അതേപോലെ ഓരോ ദിവസം ദൈവം നമ്മളെയും സംരക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ അപകടങ്ങളും തകർച്ചകൾ കടന്നു വന്നാൽ ഒരുപക്ഷെ നമുക്കും ഒരുപാട് ഉയർച്ചയും ഒരുപാട് അനുഗ്രഹം കടന്നു വരും. പക്ഷെ നമ്മുടെ ദൈവം ശിക്ഷിക്കുന്നില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, അനുതാപം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണം, അനുതാപം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ അനുതാപം നിന്നെ നയിക്കുകയും ഈ അനുതാപം നിന്നെ ശക്തിപ്പെടുത്തുകയും ഈ അനുതാപം നിന്റെ ജീവിതത്തിന്റെ ഭാഗമായി തീരും എന്ന കർത്താവായ യേശു മിശിഹാ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ ജനത്തിന്റെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയിട്ടും എല്ലാ അത്ഭുതങ്ങളും കൊടുത്തിട്ടും അവർ കർത്താവിനെ വിശ്വസിച്ചില്ല. നമ്മളും ഇന്നും എല്ലാം ലഭിച്ചിട്ടും എൻ്റെ ചുറ്റിനും എല്ലാം ഉണ്ട്, എന്നാൽ പോലും ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നില്ല. ഇതെല്ലാം എൻ്റെ കഴിവാണ്, എല്ലാം ഞാൻ നേടിയതാണെന്ന് പറഞ്ഞാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവർക്കും തെറ്റി. നേടിയതല്ല, ദൈവം ദാനമായി അനുഗ്രഹമായി തന്നതിനെയാണ് നമ്മൾ സ്വീകരിച്ചത്. പ്രിയമുള്ളവരെ, 24-ാം വാക്യം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിന്നോട് പറയുന്നു, വിധി ദിനത്തിൽ സോദോമിന്റെ സ്ഥിതി നിന്റേതുകാലം സഹനീയമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ഇന്ന് ജീവിക്കുന്നവരാണ്. ഈ ജീവിതത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നവരാണ്. കൂടുതൽ ദൈവത്തോട് ജീവിച്ചുകൊണ്ട് ദൈവനാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കണം. ഒരുപക്ഷെ നമ്മുടെ അന്ത്യവിധി ദിവസത്തിൽ ഒരുപക്ഷെ സോദോമിന്റെ അവസ്ഥ നമ്മുടെ കയ്യിൽ കൂടുതൽ സഹിക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ ദൈവം ക്ഷമിക്കുന്ന ദൈവമായത്, ദൈവം ശിക്ഷിക്കാത്ത ദൈവമായത്, ദൈവം ക്ഷമിച്ചുകൊണ്ട് നമ്മളെ സഭയോടും കർത്താവായ യേശു മിശിഹായുടെ ശരീരത്തോടും രക്തത്തോടും ചേർത്ത് വെക്കുന്നു.
ഓരോ ദിവസം പ്രാർത്ഥനയിൽ അനുതാപത്തോടെ എൻ്റെ കർത്താവിന് വേണ്ടി ഈ പാപം ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ കർത്താവിന് വേണ്ടി ഈ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുന്നു, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും എൻ്റെ ക്രിസ്തുവിന്റെ നാമത്തെ പ്രതി, കർത്താവായ യേശു മിശിഹായ്ക്ക് പ്രതി ഞാൻ ഇതെല്ലാം ക്ഷമിക്കുന്നു. കാരണം ഞാനും എൻ്റെ കർത്താവായ യേശു മിശിഹായുടെ അകൽച്ച എന്ന് വെച്ചാൽ ദൂരമല്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നത്. കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കടന്നു വന്നത് എനിക്ക് വേണ്ടിയാണെങ്കിൽ ചെറിയ ചെറിയ ക്ഷമിക്കാനും ഈ ഒരു അനുതാപവും ഈ മാനസാന്തരം എനിക്കും സ്വീകരിച്ചുകൊണ്ട് എനിക്ക് കർത്താവിനോടൊപ്പം ജീവിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.